എവൻ എല്ലാമാണ് നിങ്ങളുടെയൊക്കെ വിശേഷങ്ങൾ ഇവിടെ ഈ ഫ്രീ ടോക്കിലെ ആഴ്ചകൾ തോറും നടന്നു വരുന്ന കഴിഞ്ഞ ആഴ്ച ജസ്റ്റ് ഒന്ന് ഒഴിവായി പോയി. സോറി പറയാണ്. ഇന്ന് എന്താണ് മറ്റേ പുസ്തകങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ? മോട്ടിവേഷൻ എപ്പോഴാണ് നിങ്ങളെ മിസ്ഗൈഡ് ചെയ്യുന്നത്? അങ്ങനെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? മോട്ടിവേഷൻ നമ്മളെ മിസ്ഗൈഡ് ചെയ്യാറുണ്ട്. ഒരുപാട് മോട്ടിവേഷൻ എടുത്തു കഴിഞ്ഞാൽ ആവുന്നതിനേക്കാളും കൂടുതൽ ചീത്തയാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? ചാറ്റ് ബോക്സ് ഉപയോഗിക്കാട്ടോ. ഉം. എപ്പോഴെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? നമ്മള് മോട്ടിവേഷൻ കിട്ടിയാൽ നല്ലതാണ് എന്ന് തോന്നാറുണ്ടല്ലേ? അല്ലെങ്കിൽ മോട്ടിവേഷൻ കിട്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ആയത് എന്ന് പറയാറുണ്ട് അല്ലെ? അല്ലെങ്കിൽ ആ ഒരു പാഠം പഠിച്ചപ്പോഴാണ്, ആ ഒരു കാര്യം അറിഞ്ഞപ്പോഴാണ് എന്റെ ജീവിതത്തിൽ ഇത്രയും മാറ്റങ്ങളൊക്കെ വന്നിട്ടുള്ളത് എന്ന് പറയാറ്. എപ്പോഴെങ്കിലും ആരെങ്കിലും മോട്ടിവേഷൻ കിട്ടിയത് കാരണം ഞാൻ തളർന്നു പോയി, അല്ലെങ്കിൽ അതാണ് എന്നെ ഈ കൊലത്തിലാക്കിയത്, ആ രൂപത്തിൽ പറയുന്നത് കേട്ടിട്ടുണ്ടോ? ചിലപ്പോ കേട്ടിട്ടുണ്ടാവില്ല, കാരണം നമ്മൾ അറിയുന്നില്ല. നമുക്ക് മോട്ടിവേഷൻ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലെ, മോട്ടിവേഷനിലൂടെ നമ്മൾ നന്നായിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റുള്ളവരുടെ വാക്കുകളിലൂടെ, മറ്റുള്ളവരെ ഇൻസ്പിറേഷനിൽ, ആ ഒരു ഇതിൽ നിന്ന് നമ്മൾ നന്നായിക്കൊണ്ടിരിക്കും. നമ്മള് മാറ്റങ്ങൾ ശ്രമിക്കുന്ന ആളുകളാണ് അല്ലെ? അത് മാത്രം വിചാരിച്ചിട്ടാണ് ഇത്രയും എഫേർട്ട് ഇടുന്നത്. ഈ എഫേർട്ട് നമ്മളെ തന്നെ നശിപ്പിക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. ആ സ്റ്റേജ് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെക്കാളും, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളിൽ, പ്രത്യേകിച്ച് നിങ്ങളുടെ മക്കളിലൊക്കെ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളെ നിങ്ങൾക്ക് കാണാൻ കഴിയും. മെയിനായിട്ട് തന്നെ ഇവിടെ പാരന്റ്സ് മീറ്റിംഗിൽ പങ്കെടുക്കുന്ന സമയത്ത് കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്, ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒരു എന്താ പറയാ, ഒരു ശ്രദ്ധയില്ല ആ രൂപത്തിലേക്കായിട്ട്. തോറ്റു കഴിഞ്ഞാലും അല്ലെങ്കിൽ ജയിച്ചു കഴിഞ്ഞാലും ഇറ്റ്സ് ഓക്കെ എന്നുള്ള ഒരു മോഡിലാണ് അവർ പോകുന്നത്. ഒരു എന്താ പറയാ, കുഴപ്പമില്ല എന്നുള്ള ഒരു മോഡൽ. അപ്പം നമ്മള് ആദ്യം നമ്മുടെ ആ ഒരു കാലഘട്ടത്തിലൊക്കെ തോറ്റു കഴിയുക, ആ സമയത്തൊക്കെ നമുക്ക് നന്നായിട്ട് പ്രഷർ അനുഭവിക്കേണ്ടി വരുമായിരുന്നു ചുറ്റുപാടിൽ നിന്നും. അപ്പോ ആ ചുറ്റുപാടിൽ നിന്നും ഉള്ള പ്രഷർ കാരണം ഇപ്പോഴത്തെ മാതാപിതാക്കൾ എന്ത് ചെയ്യാണ്? മക്കളെ അത്തരം പ്രഷറുകളിലൂടെ പോയി കഴിഞ്ഞാല് ഒക്കെ അല്ലല്ലോ, അല്ലെങ്കിൽ അവർ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒന്ന് നമുക്കുണ്ടായ പ്രശ്നങ്ങളെ ഇവർക്ക് ഉണ്ടാവരുത് എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിലും ഇത് വരല് കൂടുതലായിട്ടും നമ്മൾ അവരെ ബുദ്ധിമുട്ടിക്കരുത്, അവരെ അറിയിക്കരുത്, അങ്ങനെ വിചാരിക്കുന്നത് ഇതിന്റെയൊക്കെ ഇമ്പോർട്ടൻസ് കുറയുന്ന രൂപത്തിലേക്ക് ചിന്തിക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്നുണ്ട്. അത് നമുക്ക് മനസ്സിലാകുന്നില്ല. അതേപോലെ ഓവർ കെയറിങ്. നമ്മൾ തന്നെ ഞങ്ങളുടെ ക്ലാസ്സിൽ തന്നെ ചിലപ്പോൾ ഈ പാരന്റിങ്ങിനെ കുറിച്ച് പറയുന്ന സമയത്ത് നിങ്ങൾ അവരെ പരിഗണിക്കണം, അതേപോലെ അവരെ ചേർത്ത് പിടിക്കണം, ഹഗ് ചെയ്യണം, ഇതൊക്കെ പറയുന്നുണ്ട്. ഇത് ഓവറായി കഴിഞ്ഞാലും പ്രശ്നമാണ്. പാരന്റ്സ് മീറ്റിംഗിൽ തന്നെ കാണുന്ന ഒരു കാര്യമാണ് ഒന്നും അറിയാത്തെ, അതായത് ബാത്റൂമിൽ പോകാൻ പോലും എല്ലാ സമയത്തും ടീച്ചേഴ്സിന്റെ ഹെൽപ്പ് വേണ്ടിയ കുട്ടികൾ. അതേപോലെ ഉച്ചയായി കഴിഞ്ഞാല് എടുത്ത് കഴിക്കണം എന്നുള്ളത് ഒരു സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് സ്വന്തമായിട്ട് അത് പോയി ചെയ്യാൻ അറിയാത്ത കുട്ടികൾ. ചെറിയ ആദ്യത്തെ ക്ലാസ്സുകളിൽ ആവാം, LKG UKG ഒക്കെ കഴിയുമ്പോൾ അവർ ശരിയായി വരുന്നുണ്ടാവാം, എങ്കിൽ കൂടി അത് അറിയാത്ത കുട്ടികൾ. പിന്നെ എന്തെങ്കിലും ഒരു വഴക്ക് ഏതെങ്കിലും രൂപത്തില് ഒരാളൊന്ന് കണ്ണുരുട്ടി നോക്കിയാൽ പിന്നെ അന്നത്തെ ദിവസം ഈ കുട്ടി അവരോടൊന്നും സംസാരിക്കുന്നില്ല, ഒരു ചിരിക്കുന്നില്ല, ചിലപ്പോ ഫുൾ കരച്ചിലായിരിക്കും, ചിലപ്പോ വീട്ടിലേക്ക് വിളിച്ചിട്ട് വീട്ടിലേക്ക് അയക്കേണ്ട അവസ്ഥ വരെ വരുന്നു. അപ്പൊ നമ്മൾ കേൾക്കുന്നതിൽ നിന്നും വേർതിരിച്ചെടുത്ത് ഉപയോഗിക്കാൻ നമ്മൾ പഠിക്കണം. ഇതെന്തിനാണ് പറയുന്നത്, എവിടെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നുള്ളത്. കെയറിങ് വേണം, അവരെ ശ്രദ്ധിക്കണം, പരിഗണിക്കണം, അവരെ ഹഗ് ചെയ്യണം. പക്ഷെ എല്ലായിടത്തും അത് പാടില്ല. അതിന്റെ ആ ഒരു പരിധി എവിടെയാണെന്ന് തിരിച്ചറിയുന്നവരായിട്ട് നമ്മൾ മാറണം. അതേപോലെ ഇപ്പൊ എന്തിനാ പഠിച്ചിട്ട് ന്ന് ഒരു അവനോട് ഒരു മോന് ചോദിച്ചു അവര്, എന്തിനാ പഠിച്ചിട്ട്, നിങ്ങളൊക്കെ ഇപ്പൊ പഠിച്ചിട്ട് എന്തായത്, അങ്ങനെ അങ്ങോട്ട് റേസ് ചെയ്ത് ചോദിച്ചു. അപ്പൊ അത് 4-ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ്.
വീട്ടില് അത് ഭയങ്കര ഒരു വിഷമമായപ്പോ മിസ്സിനെ വിളിച്ച് പറഞ്ഞതാ. എന്തുകൊണ്ടായിരിക്കും എന്റെ കുട്ടി ഇങ്ങനെ സംസാരിക്കുന്നത്? ടീനേജിലേക്കൊക്കെ എത്തിയ ഒരു കുട്ടി ഇങ്ങനെ ചോദിക്കുന്നത് സ്വാഭാവികമാണ്. ചോദിക്കുകയും വേണം. എന്തിനാണ് നമ്മൾ പഠിക്കുന്നത് എന്നുള്ള രൂപത്തിൽ ട്രേസ് ചെയ്തിട്ടോ അല്ലാതെയോ എങ്ങനെ വേണേലും അവർ ചോദിക്കണം. അത് അവരുടെ ആ ഒരു സമയത്തിന്റെ ചേഞ്ച് ആണ്. പക്ഷെ നാലിലെത്തിയ ഒരു കുട്ടി ഇങ്ങനെ ചോദിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ? എന്തുകൊണ്ടായിരിക്കാം? ഒബ്സർവേഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. പരിധി വരെ വേണമെങ്കിൽ എന്റെ ഉമ്മയൊക്കെ കുറെ പഠിച്ചല്ലേ എന്നിട്ടൊന്നും ആയില്ലല്ലോ ആ രൂപത്തിൽ വേണമെങ്കിൽ പറയാം. പക്ഷെ അത് മാത്രല്ല, മക്കൾ ഓവർ മോട്ടിവേറ്റ് ചെയ്യുന്ന രൂപത്തില് നമ്മുടെ മാധ്യമങ്ങളില്, സോഷ്യൽ മീഡിയകളില്, അതേപോലെ യൂട്യൂബുകളിലൊക്കെ വരുന്നുണ്ട്. അവരത്രേ പഠിച്ചിട്ടുള്ളായിരുന്നു, എന്നിട്ട് അവരിത് നേടി ആ രൂപത്തില്. ഉം. കാണാം, ഒരുപാട് കാണാം. എന്താണ്, നന്നായിട്ട് പഠിച്ച ആള് ഒന്നും പഠിക്കാത്ത എട്ടാം ക്ലാസ്സുകാരന്റെ കമ്പനിയിലെ വെറും ഒരു മാനേജറാണ്. മറ്റേ ആള് ലക്ഷക്കണക്കിന് സമ്പാദിക്കുന്ന ഓണ്ടർപ്രണർ ആണ്. അല്ലേ? അങ്ങനെയൊക്കെ കേൾക്കുമ്പോ എന്താണ് മക്കൾ മനസ്സിലാക്കുന്നത്? എന്താണ്, കാറിന്റെ പിക്ചറൊക്കെ വെച്ചിട്ട് കാണിക്കും. ഏറ്റവും മോഡൽ, ഏറ്റവും പൈസ ഉള്ള കാറ് ആരുതാ? എട്ടാം ക്ലാസ്സുകാരന്റെ. ഒരുപാട് ബിരുദങ്ങൾ നേടിയ ആൾക്കുള്ളതോ ആൾട്ടോ, അല്ലെങ്കിൽ അതിലും താഴ്ന്ന കാറുകൾ. അങ്ങനെ കുഞ്ഞു കുഞ്ഞു ഈ രീതിയിലൊക്കെ പ്രസന്റ് ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയകളിലൂടെ. അതുപോലെ സച്ചിന് കുറച്ചേ പഠിച്ചിട്ടുള്ളൂ, പക്ഷെ സച്ചിന് നേടിയതോ ആ രൂപത്തിൽ. അപ്പൊ ഈ മക്കൾക്ക് എന്താണ് മനസ്സിലാകുന്നത്? അത് ആ ക്രിട്ടിക്കൽ ആയിട്ട് കറക്റ്റ് ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ, വേർതിരിച്ചറിയാൻ പറ്റുന്ന കാലത്തിന് മുമ്പ് ഇവർക്ക് ഇത് കിട്ടുകയാണ്. ഇത് ശരിക്കും ഈ മോട്ടിവേഷൻ കൊടുക്കാനും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സബ്ജക്റ്റ് അവർ ചർച്ച ചെയ്യാനും കാരണം എന്താണെന്ന് വെച്ചാല് അവര് നമ്മൾ ഒന്നും ഒരു കഴിവില്ല, കഷ്ടപ്പെട്ട് പഠിച്ചിട്ടും ഒന്നും ചെയ്യാൻ പറ്റാത്ത ആളുകളിലേക്ക് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സാധ്യതകൾ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കാണിക്കുന്നത്. പക്ഷെ മക്കള് വേഗം ചിന്തിച്ചു പോണത് എന്താണ്, ആരും പഠിക്കണമെന്നില്ല, പഠിക്കാത്ത അല്ലെ പഠിച്ചതിനേക്കാൾ കൂടുതൽ പഠിക്കാത്ത ആളുകളാണ് ഇതൊക്കെ നേടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയൊക്കെ. അപ്പൊ എന്താ പറയാ, ഇതിനെ വേർതിരിച്ചറിയാൻ പറ്റാത്ത കാലത്ത് തന്നെ നമ്മൾ അത് കൊടുക്കുന്നതിനെ കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടാണിത്. അത് അറിയുന്നതിനെ കൊണ്ടുള്ള ബുദ്ധിമുട്ടാണ്. പണ്ടൊക്കെ ആണെങ്കിൽ ഓരോ ക്ലാസ്സിനും അനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് ക്ലാസ്സുകളിൽ വരെ ചർച്ച ചെയ്യുന്നത്. ഇപ്പൊ ഇവരിതൊക്കെ കണ്ടിട്ട് ഒരു പാരന്റിനേക്കാളും സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള കമ്പനികളാണ് നമ്മളെ മക്കളെ വളർത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അവര് കണ്ടുകൊണ്ടിരിക്കുന്നത് അത്തരം കാര്യങ്ങളാണ്. നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാത്ത പല കാര്യങ്ങളും സ്കൂളിൽ പോയി കുറച്ച് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഫോണിലൂടെ ആയിരിക്കാം കൂടുതലും സ്കൂളുകളിലെ ആ ഒരു സാഹചര്യത്തിനേക്കാളും ഇവര് സോഷ്യൽ മീഡിയ നിന്നാണ് ഇത് അഡാപ്റ്റ് ചെയ്ത് എടുക്കുന്നത്. പക്ഷെ കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ നമ്മളില് എന്താ പറയാ, അങ്ങനെ പറയില്ലേ, കോപ്പി ചെയ്യാണ്, പാരന്റ്സ് നിന്ന് കോപ്പി ചെയ്യാണ്, നമ്മുടെ എൻവയോൺമെന്റ് നിന്ന് കോപ്പി ചെയ്യണം എന്നൊക്കെ പറയും. പക്ഷെ നമ്മുടെ ചുറ്റിലുള്ള ഒരാൾക്കും ഇല്ലാത്ത ബിഹേവിയർ നമ്മളെ മക്കളിൽ കാണാൻ പറ്റും. ഒക്കെ ഇതേപോലെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്നില്ല, അവരെ ഫോണിൽ എന്താ അവര് കണ്ടുകൊണ്ടിരിക്കുന്നത്, അവരെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചെക്ക് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ജസ്റ്റ് കടന്നു പോണ ഒരു പരസ്യത്തിനൊക്കെ നമ്മളെ മക്കൾ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു മൈൻഡാണ് നമുക്ക്. ആ രൂപത്തിൽ ഇവര് ഇങ്ങനെ ചിന്തിച്ച് പോവുകയാണ്. പിന്നെ നമ്മൾ ഇങ്ങനത്തെ ക്ലാസ്സുകളിലൊക്കെ തന്നെ, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ദേഷ്യം വന്നു അപ്പോഴേക്കും നമ്മൾ അടിച്ചു നോക്കാൻ ആങ്കർ മാനേജ്മെന്റ് ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ ഓരോ പ്രശ്നങ്ങളെ കുറിച്ച് നമ്മളിങ്ങനെ ആ, ഓരോരോ മോട്ടിവേഷൻ ക്ലാസ്സുകളിൽ മറ്റിനെ ആശ്രയിക്കുന്ന സമയത്ത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാല് ചിലപ്പോ നമ്മുടെ സിറ്റുവേഷനിൽ അല്ലാത്ത സൊല്യൂഷൻ നമ്മൾ എടുത്ത് ഉപയോഗിക്കും. അത് ഭയങ്കര പ്രശ്നം. എല്ലാ രീതിയിലും ചിന്തിച്ച് നമ്മൾക്ക് നമ്മളിലുള്ള സൊല്യൂഷനെ കണ്ടെത്താൻ പറ്റില്ല. പണ്ടുള്ള ഒരുപാട് കണ്ടുപിടുത്തങ്ങളല്ലേ, ഇപ്പോഴും കണ്ടുപിടുത്തങ്ങൾ നടത്തുന്ന ആളുകളെ കുറിച്ചൊക്കെ ഒന്ന് നമ്മൾ പഠിക്കുകയാണെങ്കിൽ അവർക്ക് സെൽഫ് ടൈം നല്ലോണം കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവര് അവരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ പുതിയ പുതിയ സാധ്യതകൾ കണ്ടെത്തുന്നുണ്ടായിരുന്നു. അല്ലെ? ബിൽഗേറ്റ്സ് എങ്ങാനും പറഞ്ഞിട്ടുണ്ട്, മടിയന്മാരെയാണ് ഞാൻ കൂടുതൽ ജോലികൾ ഏൽപ്പിക്കുക. കാരണം എന്താണ്, അവര് പെട്ടെന്ന് ചെയ്യാനുള്ള സൊല്യൂഷൻ കണ്ടെത്തും.
പക്ഷെ ഇപ്പൊ മടിയന്മാർക്കും കാര്യമില്ല. ഒരു സൊല്യൂഷൻ കണ്ടെത്താനുള്ള ഒരു അവസരം കിട്ടുന്നില്ല. അല്ലെ അവര് തന്നെ അങ്ങനെ എന്താ പറയാ ഇരുന്ന് ഫോണിൽ കാണുക അല്ലെങ്കിൽ ആ രൂപത്തിലേക്ക് മാറി. സൊല്യൂഷനെ കുറിച്ച് പോലും ചിന്തിക്കുന്നില്ല. അപ്പൊ മടിയന്മാർക്ക് കൊടുത്തിട്ടും കാര്യമില്ലാത്ത രൂപത്തിലേക്ക് അവരെന്ത് ചെയ്യും? അതിനെ കെട്ടിപ്പിടിച്ച് അങ്ങനെ ഇരിക്കും. പിന്നെ മടി അതേപോലെ നമ്മള് എന്താണ് പറയുന്നത്, അതുപോലെ നമുക്ക് വിജയിക്കണം വിജയിക്കണം വിജയിക്കണം, ഇത് കേട്ട് കേട്ട് ചിലപ്പോ ചില മക്കൾക്ക് ഇഷ്ടമല്ല. നിങ്ങൾ വിജയിക്കാനുള്ളതാണ്, നിങ്ങൾ അത് നേടാനുള്ളവരാണ്, ഇത് നേടാൻ ഇവരെ ചില മക്കൾക്ക് അതാണ് പ്രശ്നം. ഒരുപാട് അങ്ങോട്ട് പറഞ്ഞ് അവരുടെ ആ ഒരു കുട്ടിത്വം അവരിൽ പ്രകടിപ്പിക്കാൻ വരെ പറ്റാത്ത രൂപത്തിലേക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇതൊരു ഇപ്പൊ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതൊരു സൈഡ്, ഒരു കുട്ടികളുടെ മാത്രം. നമ്മളതാണെങ്കിലും എല്ലാത്തിനും ഡിപ്പെൻഡ് ചെയ്യാണ് മറ്റുള്ളവരെ മോട്ടിവേഷന് വേണ്ടിയിട്ട്. നമ്മള് പുതിയ പാഠങ്ങൾക്ക് വേണ്ടിയിട്ട് പഠിക്കണം, മറ്റുള്ളവരോട് ചോദിക്കണം. പക്ഷെ അത് നമ്മളിലേക്കൊന്ന് കയറണം, നമ്മളുടെ പെർസ്പെക്റ്റീവിലേക്ക് അതിനെ മാറ്റാൻ ശ്രമിക്കണം. ഇപ്പൊ നമ്മളൊക്കെ തന്നെ, എനിക്ക് തോന്നുന്നത് എല്ലാവരും ഉണ്ടോന്ന് അറിയില്ല, എന്നാലും ഒരു റീലോ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേക്ക് നമുക്ക് കമന്റ് ബോക്സ് നമ്മുടെ ജസ്റ്റിഫിക്കേഷൻ, അതായത് നമ്മൾ അതിനെക്കുറിച്ചുള്ള അഭിപ്രായം മറ്റുള്ളവർക്ക് ഉണ്ടോ, അല്ലെങ്കിൽ അവരിതിനെ തൃപ്തിപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ അതിനേക്കാൾ വലുതാണോ അവർക്ക് പറയാനുള്ളത്, ആ രൂപത്തില് നമുക്ക് ഇങ്ങനെ മറ്റുള്ളവരുടെ ആ ഒരു അങ്ങനെ എല്ലാം നമുക്ക് അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. അങ്ങനത്തെ ഒരു ടെൻഡൻസി നമുക്ക് കൂടിയിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കളറ്, ഇഷ്ടപ്പെട്ട ഒരു സംഘടന, അതിനെയൊന്നും മറ്റൊരാൾ കുറ്റം പറയുന്നത് നമുക്ക് ഇഷ്ടമല്ല. അത് സയന്റിഫിക്കലി തന്നെ പ്രൂവൺ ആണ്. ഇത്തരം കാര്യങ്ങള് നമുക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും കൂടുതൽ നമുക്കിപ്പോ ഐഫോൺ ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഐഫോണിനെ ഒരാളും കുറ്റം പറയുന്നത് നമുക്ക് ഇഷ്ടമല്ല. ആ രൂപത്തിലേക്ക് സൈക്കോളജിക്കലി തെളിയിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇത്രയും നമ്മൾ അട്രാക്ഷൻ കാണിക്കുന്ന, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഈ കാര്യങ്ങള്, നമ്മളൊരു അവയവം, എന്തെങ്കിലും അവയവത്തെ പോലെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട്. ആ ഒരു അവയവത്തിന് നമ്മൾ പരിഗണിക്കുന്ന അത്രയും രൂപത്തിൽ നമ്മുടെ ബ്രെയിനിൽ അതിന് പരിഗണന കൊടുക്കുന്നുണ്ട് എന്നാണ്. അപ്പൊ എന്ത് ചെയ്യും? ഒരാൾ കുറ്റം പറയുന്നത് നമുക്ക് ഇഷ്ടപ്പെടും, അത് സ്വാഭാവികല്ലേ. ഇഷ്ടമല്ലാത്ത ഒരു കാര്യം ആ രൂപത്തിൽ പരിഗണന കൊടുക്കാതിരിക്കാനൊക്കെ നമ്മൾ നമ്മളെ ട്രെയിൻ ചെയ്യാന്നുള്ളതാണ്. ഇല്ലേ? നമ്മള് ഐഫോണിനെ കുറ്റം പറയുമ്പോ ഭയങ്കര പ്രശ്നം, വാദങ്ങളൊക്കെ നടക്കുന്നതാണ് അല്ലെ ഫ്രണ്ട്സുകളുടെ ഇടയിലൊക്കെ. ഇതാണ് നല്ലത്, മറ്റേതാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞിട്ട് ആ രൂപത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ? ആ രൂപത്തിൽ ശ്രദ്ധിക്കണം. ആ രൂപത്തിലുണ്ട്. ആ രൂപത്തിൽ ആളുകൾ, ചെറിയ കാറുകള്, എല്ലാത്തിന്റെയും ഈ ബ്രാൻഡൊക്കെ പറഞ്ഞിട്ട് അടിയുണ്ട്. ഒക്കെ ഇതേപോലെയാണ്. നമ്മള് എന്താ പറയാ, നമ്മൾ അതിലൊക്കെ ഇങ്ങനെ ഡിഗ്നിറ്റി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സമൂഹം നമ്മളിൽ ഏൽപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യാണ്, വലിയ കാര്യങ്ങളാക്കി, വലിയ എന്തോ ഒരു കാര്യമായിട്ട് മോട്ടിവേഷൻ ആക്കി, ഇതൊരു വിജയിക്കാനുള്ള തന്ത്രമാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് എടുക്കാൻ. ഇതിന്റെ സത്യാവസ്ഥ ഒരു അരിപ്പ വെച്ചിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളെ എടുക്കേണ്ടത്. പിന്നെ നോക്കുകയാണെങ്കിൽ ഒരു മോട്ടിവേഷൻ കിട്ടും, കിട്ടുമ്പോ ഹൈ പവറിൽ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യും, പിന്നെ അതുണ്ടാവില്ല. അതുപോലെ പലതും കാണുമ്പോൾ മോട്ടിവേറ്റഡ് ആവും അല്ലെ. അപ്പൊ ഇതെനിക്ക് വേണ്ടതാണോ, എന്റെ കയ്യിൽ സ്കില്ലുള്ളതാണോ എന്നൊന്നും നോക്കാതെ ഇറങ്ങിത്തിരിക്കും. എന്നിട്ട് രണ്ടോ മൂന്നോ ദിവസം ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും ആപ്റ്റ് ആവാത്ത, നമുക്ക് ഒരു രീതിയിലും ചെയ്യാൻ പറ്റാത്ത കാര്യം അങ്ങനെയും നിർത്താം. പിന്നെ പറ്റുന്ന കാര്യമാണെങ്കിൽ തന്നെ ആ ഒരു മോട്ടിവേഷന്റെ ആ ഒരു ഇതിൽ മാത്രം ചെയ്തോണ്ടി. നമുക്ക് വേണ്ടത് ശരിക്കും ഡിസിപ്ലിൻ ആണ്. നമ്മള് നമ്മുടെ ഡിസിപ്ലിനിലായിരിക്കുമ്പോൾ അതൊക്കെ നമ്മളിലേക്ക് വരികയാണ് ചെയ്യുന്നത്. ഈ നേടിയിട്ടുള്ള ആളുകളൊക്കെ അങ്ങനെയാണ്. അവരുടെ കഥകളൊക്കെ യഥാർത്ഥത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, ഈ തോറ്റിരുന്ന കാലത്ത്, അതായത് 8ാം ക്ലാസ് വരെ പഠിച്ചിരുന്ന കാലത്ത് അവര് വിചാരിക്കുന്നത് കഴിഞ്ഞു, ലൈഫ് കഴിഞ്ഞു എന്ന് വിചാരിച്ച ഒരു സമയം അവർക്കും ഉണ്ടായിരുന്നു. പക്ഷെ അവര് ശ്രമിച്ചാണ് ഈ രൂപത്തിലായത്. പക്ഷെ നമുക്ക് ശ്രമിക്കാനും നേരില്ല, നോക്കാനും നേരില്ല, കാണാനും നേരില്ല, ഇത് മനസ്സിലാക്കാനും നേരില്ല. ആ രൂപത്തിലാണ് നമ്മൾ ഓരോ കാര്യങ്ങളെയും ജയിച്ചെടുക്കുന്നത്. ജസ്റ്റ് കേൾക്കുന്നു, ആ ഇത് എനിക്ക് പറ്റും, ഓക്കെ ചെയ്യുന്നു, അങ്ങനെ. ഒരു നഴ്സിനെ കാണുമ്പോൾ വിചാരിക്കുകയാണ് എനിക്ക് നഴ്സ് ആവും, അല്ലെങ്കിൽ വേറെ ഒരു ഡോക്ടറെ കാണുമ്പോൾ വിചാരിക്കുകയാണ് ഡോക്ടർ ആവും, ഒരു എഞ്ചിനീയർ ആവാലോ. അല്ലെങ്കിൽ ഒരാൾ കുറെ ബുക്ക് വായിക്കുന്നുണ്ടെങ്കിൽ സ്വന്തം ഉള്ള പൈസ ഒക്കെ എടുത്ത് കുറച്ച് ബുക്കായിട്ട് വാങ്ങി ചിലപ്പം വായിക്കുമല്ലോ. ആ രൂപത്തിൽ അങ്ങനെ മോട്ടിവേഷനെ നമ്മൾ എന്ത് ചെയ്യണം?
നമ്മളൊന്ന് ഫിൽട്ടർ ചെയ്ത് ഇത് എനിക്ക് വേണ്ടിയിട്ടുള്ളത് തന്നെയാണോ എനിക്ക് വേണ്ടാത്തതാണോ എന്നുള്ളത് നമ്മൾ നോക്കണം. പിന്നെ കുറച്ച് വാക്കുകള് നമ്മൾ നോക്കുകയാണെങ്കിൽ വാക്യങ്ങളായിട്ട് നമുക്ക് കേൾക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ അത് മാറ്റിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നതുണ്ട് അല്ലെ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വാട്ട് അതേഴ്സ് തിങ്ക്, അതായത് മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഒന്നും ചെയ്യാതിരിക്കരുത്. ഇത് ഓവറായ എന്താ പറ്റുക നിങ്ങൾക്ക് ആർക്കും അറിയോ? ഓവറായി കഴിഞ്ഞാൽ പറ്റുക എന്താണെന്ന് വെച്ചാല് നമ്മള് വലിയ ഒരു സെൽഫിഷ് ആയിട്ട് മാറും. അതുപോലെ മറ്റുള്ളവരെയൊന്നും ഒരു കാര്യത്തിനും അനുസരിക്കാത്തവരായിട്ട് മാറും. അവരുടെ ഒരു അഭിപ്രായം നമ്മൾ എടുക്കുന്നില്ല. ഒരു കാര്യം, ശരിക്കും നമ്മളൊരു സോഷ്യൽ ആനിമൽസ് ആണ് അല്ലേ? അപ്പൊ നമ്മളെല്ലാം പരിഗണിക്കേണ്ടി വരും. പല കാര്യങ്ങളും നമ്മൾ കേൾക്കേണ്ടി വരും. പല കാര്യങ്ങളും നമ്മൾ അറിയേണ്ടി വരും. ഒറ്റയ്ക്ക് അങ്ങോട്ട് ഒന്നും വെട്ടിപ്പിടിച്ച് ജീവിച്ച് അങ്ങനെ പോവാൻ പറ്റില്ല നമുക്ക്. ഒരു പരിധി വരെ മറ്റുള്ളവർ പറയുന്നത്, അതായത് മെയിൻ ആയിട്ട് പറയുന്നത് എന്താ അറിയോ? ആ വാട്ട് ദ തിങ്ക് എന്നുള്ള ആ ഒരു സാധനം നമ്മൾ ഒഴിവാക്കണം എന്ന് പറയുന്നത്, നമ്മൾ ഇറങ്ങുന്ന സമയത്ത് നമുക്ക് തോന്നുകയാണ് അവരെന്നെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞാലോ, അവരെന്നെ കുറിച്ച് ഇങ്ങനെ ചെയ്താൽ, ആ രൂപത്തിൽ തോന്നുന്ന കാര്യങ്ങളില്ലേ, അതിനെ ഒഴിവാക്കണം എന്നാണ് പറഞ്ഞത്. അല്ലാതെ ഒരാള് നമ്മളെ വന്നിട്ട് ജസ്റ്റ് ഉപദേശിക്കുകയാണ് അല്ലെങ്കിൽ ഇന്ന പോരായ്മ നിങ്ങൾക്ക് ഉണ്ടെന്ന് പറയാൻ, അനലൈസ് ചെയ്തിട്ട് ഒഴിവാക്കാം. അനലൈസ് പോലും ചെയ്യാതെ സെൽഫി, അവരെന്നോടുള്ള ദേഷ്യത്തിന് പറയാണ്, അവരെന്നെ തളർത്താൻ പറയാണ്, എന്റെ വളർച്ചയിൽ എന്താ പറയാ ഒരു മോശമായിട്ട് വരുന്ന വാക്കുകളാണിത്, ആ രൂപത്തിൽ എല്ലാത്തിനെയും ഒഴിവാക്കാൻ പാടില്ല. ഈ വാട്ടത് തിങ്ക് എന്നുള്ള ആ സംഭവം ഉണ്ടല്ലോ, അത് മൊത്തത്തിൽ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാല് ഭയങ്കരമായിട്ട് പ്രശ്നമായിട്ട് മാറും. മറ്റുള്ളവരെ ഒരാളുടെയും ഒപ്പീനിയനോ ഒരാളുടെയും കാര്യങ്ങളോ എടുക്കാതെ നമുക്ക് തന്നെ അങ്ങ് ജീവിച്ചു പോകാനൊന്നും പറ്റുന്നതല്ല എന്നുള്ളതാണ്. പിന്നുള്ളത് എന്താണ്? മൈലെ മയറും, ആ രൂപത്തിൽ കുറച്ച് ആൾക്കാരുണ്ട് അല്ലെ? എന്റെ ഇഷ്ടമാണ്, എന്റെ ജീവിതം, എന്റെ നിയമങ്ങളാണ് എനിക്കുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നിയമങ്ങള് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ ഇല്ലേ എന്നൊക്കെ ചെക്ക് ചെയ്തിട്ടും ആയിരിക്കണം. പല സമയത്തും നമ്മുടെ മൂല്യങ്ങൾ വരെ നഷ്ടപ്പെടുത്തുന്ന രൂപത്തിൽ ആയി പോവാറുണ്ട് ഇത്. നമ്മൾ സ്വയം വാല്യൂ കീപ്പ് ചെയ്യണം. ഈ വാല്യൂ കീപ്പ് ചെയ്യാതെ വെറുതെ എന്താ പറയാ എന്റെ റൂളാണ്, എന്റെ ഇതാണെന്നൊക്കെ പറഞ്ഞു, അത് ശരിക്കും നമ്മള് ഒരു വർക്കും ചെയ്യാതെ മടിയന്മാരാക്കാൻ വരെ ഈ ഒരു കാര്യം കാരണം. കാരണം ആരെന്ത് പറഞ്ഞാലും ഇത് ഇഷ്ടല്ലേ എന്നുള്ളൊരു ചോദ്യം വരും ഉള്ളിന്ന്. അതോടുകൂടി നമുക്ക് നല്ലത് പറഞ്ഞു തരുന്നത് നമ്മൾ സ്വീകരിക്കൂല എന്ന് മാത്രമല്ല, നമ്മൾ വർക്കിംഗ് അല്ലാതെ ആക്ഷൻ ഇല്ലാതായി പോകും. നമ്മളിൽ നിന്നും ഒരു ആക്ഷൻ വരില്ല. നമ്മൾ അങ്ങനെ നമ്മൾ ചിന്തിച്ചുകൊണ്ട് ഇരിക്കുന്നത് എന്താണ്? സെൽഫ് ലവ് ആണ്, നല്ല കാര്യാണ്, എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാന്ന്. പക്ഷെ അത് ഓക്കെയാണ് എപ്പോഴെന്ന് അറിയോ? നമ്മളെ കാര്യമൊന്നും നോക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി നിരന്തരം ജോലി ചെയ്തിട്ട് നമ്മുടെ ലൈഫും നമ്മുടെ ശരീരവും എല്ലാം നശിപ്പിക്കുന്ന ആളുകൾക്ക് ഓക്കെയാണ്. അവരൊന്നും അവരുടേതായ രീതിയിൽ സെൽഫിഷ് ആയി, അല്ലെങ്കിൽ സെൽഫിഷ് ആവണം എന്നല്ല, സെൽഫ് ലവ് അവർ വർദ്ധിപ്പിച്ച് കൊണ്ടുവരണം. പക്ഷെ ഇതൊരു പരിധി വിടുന്ന സമയത്ത് ഇത് എന്റെ ലൈഫാണ്, എന്റെ റൂളാണ് അങ്ങനെ പറഞ്ഞിട്ട് വരുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പൊ. അത് ശരിക്കും അവരെയും നശിപ്പിക്കാണ്, അവരൊരിക്കലും അറിയാതെ അവരെ ചുറ്റുള്ളവരെയും നശിപ്പിക്കാണ്. അവരെ കൊണ്ട് മറ്റുള്ളവർക്ക് ഒരു ഉപകാരം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല അവർക്കും ഉണ്ടാവില്ല. അവരുടെ കഴിവിനെ കണ്ടെത്താനോ ഒന്നും അവര് നോക്കൂല, അല്ലെ മറ്റുള്ളവരോട് ചോദിച്ചറിയാനോ ഒന്നും നോക്കൂല. എല്ലാ പൊട്ടത്തരത്തിലും പോയി ചാടാനും സാധ്യത ഉണ്ട്. അങ്ങനെ പറയല്ല, കൂടുതലും അതിനാണ് സാധ്യത. കാരണം എന്റെ നിയമമാണെന്ന് പറഞ്ഞിട്ടാണല്ലോ പോകുന്നത്. ചിലപ്പോ പ്രകൃതിക്ക് ഒരുപാട് നിയമങ്ങൾ ഉണ്ടാവും, ഒരു കൾച്ചറിന് ഒരുപാട് നിയമങ്ങൾ ഉണ്ടാവും, ഒരു നാടിന് ഒരുപാട് നിയമങ്ങൾ ഉണ്ടാവും. ഇതൊക്കെ നിയമങ്ങൾ ഉണ്ടാക്കുന്നത് എന്തിനാണ്? നമ്മുടെ ലൈഫ് ഒരു ബാലൻസിങ്ങിൽ പോവാനാണ്. പക്ഷെ ഇങ്ങനെ പറയുന്ന ആളുകള് അവർക്ക് തോന്നിയതുപോലെയാണ് പ്രവർത്തിക്കുന്നത്. അത് ശരിക്കും അവരിൽ പ്രശ്നങ്ങൾ മാത്രമാണ് ഉണ്ടാക്കുക. അത് മനസ്സിലാക്കാനുള്ള ഒരു വിവേകം ആ സമയത്ത് ഉണ്ടാവുകയില്ല. അതേപോലെ നമ്മൾ കമ്പയർ ചെയ്ത് അറിയൂലേ? അപ്പൊ മറ്റുള്ളവർ നമ്മളെ കമ്പയർ ചെയ്യുകയാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യും? നിങ്ങൾ ഇങ്ങനെ കുറ്റപ്പെടുത്തി നടന്നോളി പറയൂലേ? ശരിയാണ്, ഒരു പരിധി വരെ ശരിയാണ്. പക്ഷെ ഇതും മിസ്ഗൈഡ് ചെയ്യുന്ന ഒരു സമയമുണ്ട്. അവരെന്നെ കുറ്റപ്പെടുത്തുകയാണ് മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്നാൽ അത് മിസ്ഗൈഡ് ചെയ്യും. കാരണം അത് ഓക്കെ ആണോ?
അതിന്റെയിലുള്ള തെറ്റാണോ, ഞാൻ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടോ എന്ന് ചിന്തിക്കാതെ ആ വരുന്ന സ്പോട്ടിൽ നമ്മൾ അതിനെ ബ്ലോക്ക് ചെയ്യും. ചിന്തിക്കാനുള്ള ഒരു അവസരം എടുക്കാതെ തന്നെ നമ്മൾ ബ്ലോക്ക് ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെ ബ്ലോക്ക് ചെയ്യുന്നതിൽ ഒരർത്ഥവും ഇല്ല അല്ലേ? നമുക്ക് നോക്കണല്ലോ, ഒരാളുടെ അഭിപ്രായമാണ് നമ്മളെ കുറിച്ചാണ്, ഓക്കെ ശരിയാണ്, പക്ഷെ അതിൽ ശരിയുണ്ടോ തെറ്റുണ്ടോ നോക്കണ്ടേ നമ്മള്? ഇപ്പോഴല്ലേ നമുക്ക് തന്നെ ഉയർച്ച ഉണ്ടാവുള്ളൂ. ഇപ്പോഴാണെങ്കിലും അങ്ങനെ തന്നെയാണ് അല്ലേ? നമ്മൾക്ക് അതിൽ മിസ്റ്റേക്ക് ഉണ്ടോ, അത് ആപ്റ്റ് ആണോ, ഇത് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണോ, അല്ലെ എനിക്ക് തന്നെ എന്റെ വളർച്ചയ്ക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണോ, അത് നമ്മൾ നോക്കേണ്ടിയുണ്ട് അല്ലേ? അതുപോലെ ഒരു ടോക്സിസിറ്റി ഉണ്ട് മോട്ടിവേഷനിൽ നടക്കുന്നത്. അതായത് നമ്മൾ ഒരുപാട് മോട്ടിവേഷണൽ കഥകൾ കേട്ടുകൊണ്ടിരിക്കും, പക്ഷെ നമ്മുടെ റിയാലിറ്റി ഈ ഒരു മോട്ടിവേഷണൽ കഥകളുമായിട്ട് ഒരു ബന്ധവുമില്ല എന്ന് വിചാരിച്ചു. എന്താണ് സംഭവിക്കുക? നമുക്ക് എന്താ സംഭവിക്കുക? നമ്മളെ ഇങ്ങോട്ട് ഇതിന് പറ്റാത്തവരാണെന്നുള്ള രൂപത്തിലേക്ക് ചിത്രീകരിക്കാൻ തുടങ്ങും. ഇത്രയും പ്രശ്നങ്ങളുള്ള ആളുകളൊക്കെ സ്വന്തം പലതും നേടാണ്, പക്ഷെ ഞാൻ മാത്രം ഇങ്ങനെ കുത്തിരിക്കുകയാണ്, ഞാൻ മാത്രം ഒന്നും ചെയ്യുന്നില്ല, ഞാൻ അങ്ങനെ നശിക്കുകയാണെന്നുള്ള ഒരു തോന്നൽ ഇങ്ങോട്ട് വരും. ഗിൽറ്റായിട്ട് മാറും, സെൽഫ് എസ്റ്റീം ഇല്ലാതായിട്ട് മാറും. അങ്ങനെ നമ്മളെ തന്നെ കുറ്റപ്പെടുത്തി ഉള്ളിന്റെ ഉള്ളില് സെൽഫ് ടോക്ക് ഇങ്ങനെ നെഗറ്റീവായിട്ട് നടന്നുകൊണ്ടിരിക്കും. നമ്മൾ ചെയ്യുന്ന നന്മകളൊന്നും നമുക്ക് കാണാൻ പറ്റൂല. ഒരുപാട് പേര് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഞാനും ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു രൂപത്തിലായിരിക്കണം. അത് ഏതാണ് നന്മകൾ എന്നുള്ളത് ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ എന്റെ മെന്ററിങ്ങിന് വരുന്ന ആൾക്കാരോട് പറയാറുണ്ട്. ജസ്റ്റ് ഗുഡ് ജേണൽ എന്ന് പറഞ്ഞിട്ട് ഒരു ജേണൽ തയ്യാറാക്കാൻ, ഇന്ന് എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞിട്ട് എഴുതിയേക്കാൻ പറയും. മെയിനായിട്ടുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാല് നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടാവും നാളെ. ആ നാളെ വരുന്ന ദിവസം ആ ദിവസം നമ്മൾ ആ സംഭവം മാത്രമേ ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിട്ട് ഒരുപാട് പണി ചെയ്തിട്ടുണ്ടോ, പക്ഷെ എന്താണ് നമ്മളെ മനസ്സിൽ ലാസ്റ്റ് കിടക്കാൻ നേരം പോകുമ്പോ ഉണ്ടാവുക? ഈ ഒരു ജോലി ചെയ്യാത്തത് കാരണം, കാരണം നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കണ്ട കാര്യമാണ്, നമ്മൾ എന്തായാലും ചെയ്യണമെന്ന് വിചാരിച്ച കാര്യമാണ്, ഇത് നമ്മൾ ചെയ്തിട്ടില്ല. നമ്മളെ മൈൻഡിൽ എന്താ വരിക? ഒന്നും ചെയ്തില്ല എന്നുള്ളൊരു മൈൻഡ് വരും. ഇപ്പോ ഈ കിടക്കാൻ പോണ സമയത്ത് ഗുഡ് ജേണൽ എഴുതുകയാണെങ്കിൽ രാവിലെ ഞാൻ നേരത്തെ എണീറ്റു, അതൊരു നല്ലൊരു കാര്യം. പിന്നെ അൺഎക്സ്പെക്റ്റഡ് ആണെങ്കിലും ആ വന്ന കാര്യത്തിനെ ഞാൻ കൃത്യമായിട്ട് കൈകാര്യം ചെയ്തു. ആ രൂപത്തിൽ നമ്മൾ എഴുതുന്ന സമയത്ത് മിക്കവാറും ഒരു 5 കാര്യങ്ങളെങ്കിലും നിർബന്ധമായിട്ട് ഒരുവിധം എല്ലാവർക്കും ഉണ്ടാവും. കാരണം എന്താണ്, ഒന്നുമില്ലെങ്കിൽ പല്ലൊക്കെ തേക്കാത്ത ആരെങ്കിലും ഉണ്ടാവും, ഒക്കെ എല്ലാ കാര്യമാണ്. പക്ഷെ നമ്മളന്ന് കിടക്കാൻ പോകുമ്പോൾ കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? ഇന്ന് എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അതിനേക്കാൾ എത്രയോ ബെറ്റർ ആണല്ലേ അത് നമ്മള് ചെയ്യുന്നത്. പിന്നെ ഈ ഓവർ മോട്ടിവേഷൻ കിട്ടിയിട്ട് നിരന്തരം ജോലി ചെയ്യുന്ന ആക്ഷനിൽ തന്നെ ആയിട്ട് ജീവിക്കുന്ന ആളുകളുണ്ട്, റെസ്റ്റ് ചെയ്യുന്നേ ഇല്ല. അവരിൽ ബേൺ ഔട്ട് സംഭവിക്കുന്നുണ്ട്. ഈ ബേൺ ഔട്ട് എന്ന് പറഞ്ഞാല് നിരന്തരം ടെൻഷൻ അടിച്ചിട്ട് സ്ട്രെസ്സും ആങ്സൈറ്റിയും ഒക്കെ നിരന്തരം തിരിച്ചും മറിച്ചും വന്നിട്ട് വരുന്ന ഒരു അവസ്ഥ, നമ്മുടെ മെന്റലി ഡൗൺ ആവുന്ന ഒരു അവസ്ഥയാണിത്. എന്താണ്, മോട്ടിവേഷൻ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മള്, അല്ലെങ്കിൽ ആരോ ഇങ്ങനെ എന്താ പറയാ നമ്മളെ ബാക്കിൽ നിന്ന് ഇങ്ങനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ വെറും ആക്ഷൻ മാത്രം, ഒരു റെസ്റ്റ് ഇല്ല, ഒരു മൈൻഡ്ഫുൾ ആയിട്ടുള്ള ഈറ്റിങ്ങോ സ്ലീപ്പിങ്ങോ ഒന്നുമില്ല. അതും പ്രശ്നമാണ്. നമുക്ക് ഇതിനെയൊക്കെ ബാലൻസ് ചെയ്യാൻ പറ്റണം. നമ്മുടെ റെസ്റ്റിനെ, നമ്മുടെ ഉറക്കത്തെ, നമ്മുടെ ഫുഡിനെ എല്ലാത്തിനെയും ബാലൻസ് ചെയ്യാൻ പറ്റും. അതിന്റെ കൂടെ നമ്മുടെ സ്വപ്നങ്ങളിലേക്കുള്ള കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്പുകൾ എടുക്കാൻ പറ്റും. ആ രൂപത്തിലായിരിക്കണം നമ്മൾ മോട്ടിവേഷൻ ആയാലും ഓരോ പാഠങ്ങളായാലും മറ്റുള്ളവർ തരുന്നത് എല്ലാം അപ്പാടെ അങ്ങ് വിഴുങ്ങരുത്. ഇത് എനിക്ക് വേണ്ടിയിട്ടുള്ളത് തന്നെയാണോ എന്നൊക്കെ നോക്കണം. പിന്നെ ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റ് ഒക്കെ അവര് വിജയിച്ചു എന്നുള്ള കാരണം കൊണ്ട് നമ്മള് പഠിക്കും. അതായത് ഈ ഒരു സബ്ജക്റ്റ് പഠിച്ച് വലിയ നേട്ടം നേടിയ ഒരാളെ കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് തോന്നും, ആ നല്ല അടിപൊളി സബ്ജക്റ്റ് ആണല്ലോ. നമുക്ക് ഒരു അറിവുമില്ലാത്ത ഒരു മേഖലയായിരിക്കും നമ്മൾ തിരഞ്ഞെടുക്കുന്നത്, എന്നിട്ട് മരിച്ചു കിടന്ന് പഠിച്ചിട്ട് നമ്മളത് നേടുകയും ചിലപ്പോൾ ചെയ്യും. പക്ഷെ
അവസാനം ഇതിലേക്ക് വർക്ക് ചെയ്തൊക്കെ തുടങ്ങുമ്പോഴാണ് നമുക്ക് അതിന്റെ രസം നഷ്ടപ്പെടും. ആ രസം നഷ്ടപ്പെടുന്നതോടുകൂടി നമുക്ക് ആ ഒരാളെ നേടിയെടുത്ത സാധനങ്ങളൊന്നും നമുക്കിട്ട് നേടിയെടുക്കാനും പറ്റൂല. അതാണ് ഉണ്ടാവാൻ പോകുന്നത്. ഇനി ഈ മോട്ടിവേഷന്റെ വേറൊരു പ്രശ്നമാണ്, നമ്മൾ ജീവിക്കാൻ പേടിക്കും. കാരണം ഈ മോട്ടിവേഷൻ ഇങ്ങനെ കേൾക്കും, നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരൊക്കെ ഉയരുന്നതും നമ്മൾ കാണുമ്പോൾ നമുക്ക് പേടിയായിരിക്കും. നമ്മൾ താന്നു പോവുകയാണ് എന്നുള്ള പേടി. മൊത്തത്തില് മോട്ടിവേഷൻ വേണ്ടാന്ന് ഞാൻ പറയുന്നില്ല. മോട്ടിവേഷൻ ഞാൻ സംസാരിക്കുന്ന പല കാര്യങ്ങളിലും നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള പല കാര്യങ്ങളും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഇതിന്റെ മുന്നേ. പക്ഷെ ഇതെല്ലാം കൂടി എടുക്കുമ്പോൾ ഇതെനിക്ക് വേണ്ടിയിട്ടുള്ളതാണോ എന്ന് നോക്കണം. ഓൾറെഡി നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാള് ഞാൻ ഇവിടെ വന്നിട്ട് ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കണം, നിങ്ങൾ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം, അടുത്ത സ്റ്റെപ്പ് ഇതായിരിക്കണം, അടുത്ത സ്റ്റെപ്പ് ഇതായിരിക്കണം, ഇത് കേട്ട് ഓൾറെഡി മൊത്തത്തില് എന്നും വർക്കിംഗ് ആയിട്ടുള്ള ഒരാളാണ്. ഇത് കേട്ട് പോയിട്ട് എപ്പോഴെങ്കിലും ഒന്ന് കിടക്കുന്നതും കൂടി ഇല്ലാതാക്കാൻ നോക്കരുത്. അപ്പൊ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് വേണ്ടതാണോ ഇത്, ഞാൻ കേൾക്കേണ്ടതാണോ, ഞാൻ അറിയേണ്ടതാണോ? അതേപോലെ അല്ലേ, മറ്റുള്ളവര് എന്തെങ്കിലുമൊക്കെ ചിന്തിക്കും. അതിനെ നമ്മൾക്ക് ചെറുക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താ പറയുക, ഇങ്ങനെ ചെറുക്കാൻ പറ്റും. ജസ്റ്റ് എനിക്ക് ഒരുപാട് പാത്രങ്ങൾ കഴുകാനുണ്ടെന്ന് വിചാരിച്ചു, ഞാൻ ജസ്റ്റ് കെടുക്കാൻ പോവാണ്. സമയത്ത് ഞാൻ ആലോചിക്കേണ്ടത് എന്നെ പ്രയോറിറ്റൈസ് ചെയ്യാം, എന്നെ തന്നെ പ്രയോറിറ്റൈസ് ചെയ്യും. മറ്റുള്ളവരിപ്പം പെട്ടെന്ന് അഥവാ ഞാൻ കിടന്ന് കുറച്ച് ആരെങ്കിലും വന്നാ എന്ത് ചെയ്യും, അവരെന്ത് വിചാരിക്കും എന്ന് വിചാരിക്കുന്നതിന് പകരമായിട്ട് ഞാൻ എന്ത് വിചാരിക്കുന്ന ആലോചിക്കും. ആ സമയത്ത് ഞാൻ എന്ത് വിചാരിക്കുന്നതാണെങ്കിൽ അപ്പൊ അവിടെ കിടക്കൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്, റെസ്റ്റ് ആണ് ആ സമയത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് എങ്കിൽ ഞാൻ ശരിക്കും ഏതാ തിരഞ്ഞെടുക്കേണ്ടത്? റെസ്റ്റ് ആണ്. പക്ഷെ അവിടെ ക്ലീൻ ചെയ്തിട്ട് കിടക്കാനൊക്കെ ഉള്ള ക്ഷീണേ എനിക്കുള്ളൂ, അല്ലെങ്കിൽ അത് വൃത്തിയാക്കിയിട്ട് കിടക്കാനുള്ള ഒരു സുഖം, ആ ഒരു സുഖത്തിൽ കിടക്കാനാണ് ഞാൻ പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. അതായത് എന്റെ മെന്റൽ ഹെൽത്തിനും ഫിസിക്കലിനും ആ സമയത്ത് അതാണ് ഓക്കെ എന്ന് തോന്നുകയാണെങ്കിൽ അതിനെ ചെയ്യാം. അല്ലാതെ മറ്റുള്ളവർ എന്ത് ചിന്തിക്കും, എന്ത് ചിന്തിച്ചാലും എനിക്ക് പറ്റില്ല, ആടെ കിടന്നോട്ടെ, ആ മോഡലില് ആയിപ്പോകരുത്. നമ്മളെ ക്രിയേറ്റർ എന്താണ് ആ ഒരു വിഷയത്തില്, അങ്ങനെയും വേണേ നമുക്ക് ചിന്തിക്കാം. എന്റെ ക്രിയേറ്റർ ഈ ഒരു അവസരത്തിൽ ഞാൻ എന്ത് ചെയ്താലായിരിക്കും എന്നെ അക്സെപ്റ്റ് ചെയ്യാൻ. അപ്പൊ ആ രൂപത്തില് നമുക്ക് ചിന്തിച്ചാല് ഏറ്റവും എളുപ്പമായിരിക്കും. അതേപോലെ എല്ലാ കാര്യങ്ങളും എനിക്ക് ഓക്കെ ആണോ, എന്നെ പ്രയോറിറ്റൈസ് ചെയ്യാം, എന്റെ സാഹചര്യത്തെ പ്രയോറിറ്റൈസ് ചെയ്യാം, എന്റെ കാര്യത്തിനെ പ്രയോറിറ്റൈസ് ചെയ്ത് കഴിഞ്ഞാല് നിങ്ങൾക്ക് ആ രൂപത്തിൽ ഓരോ കാര്യത്തിനെയും വേർതിരിച്ച് ഒരരിപ്പ വെച്ചിട്ട് മാത്രം നമ്മളിലേക്ക് വരും. പിന്നെയുള്ള ഒരു പ്രശ്നം എന്താണ്, നമ്മൾ മോട്ടിവേഷൻ സ്ഥിരമായിട്ട് ഒരാളത് കേൾക്കാന്ന് വിചാരിച്ചു, അല്ലെ നമ്മൾ സ്ഥിരമായിട്ട് ഒരാളെ ക്ലാസ് തന്നെ കേൾക്കാൻ വിചാരിച്ചു, നേരെ ഇനി എന്ത് പൊട്ടത്തരം പറഞ്ഞാലും വിശ്വസിക്കുന്ന രൂപത്തിലേക്ക് നമ്മൾ മാറിപ്പോകും. അങ്ങനെയും പാടില്ല. ഈ ഒരു വിഷയത്തിന് ഒരു മൂന്ന് നാല് ആൾക്കാരുടെ അഭിപ്രായം എന്താണെന്നുള്ളതും കൂടി നമ്മൾ നോക്കണം. നമ്മൾ കിണറ്റിലെ തവളകളെ പോലെ ആയിപ്പോയത്, ഈ ഒരു ലോകം മാത്രമാണെന്ന് വിചാരിച്ചു പോയത്. പല സമയത്തും പല സ്ഥാപനങ്ങളിലും പല ഇതിലൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് അവരിങ്ങനെ അവരെ പ്രോത്സാഹിപ്പിക്കല്ലോ, അവരുടെ ആ എന്തായാലും അത് അവര് അവര് തെറ്റ് പറയാൻ പറ്റില്ല. അവരുടെ ആശയങ്ങളെ അവരുടെ പെർസ്പെക്റ്റീവായിട്ട് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മള് ഈ ഒരു കണ്ണിലൂടെ മാത്രമാണോ, ഈ ഒരു സ്ട്രക്ചറിലൂടെ മാത്രമാണോ നമ്മൾ കാണുന്നത് എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. അല്ലെങ്കിൽ ഈ പേഴ്സൺ സെന്റേർഡ് ആയിപ്പോ ഈ ആള് മാത്രമായിട്ട് നമുക്ക് ചിന്തിക്കാൻ അവസരം ഉണ്ടാവില്ല, നമുക്ക് പുറത്തുള്ള കാര്യങ്ങൾ അറിയാൻ അവസരം ഉണ്ടാവില്ല. ഒരാളില് സെന്റേർഡ് ആയിപ്പോണം, അതും കൂടി നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ ഏകദേശം മോട്ടിവേഷൻ ഇത് മാത്രമല്ല, മോട്ടിവേഷൻ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എന്നാൽ സിമ്പിൾ ആയിട്ട് ഏറ്റവും മോട്ടിവേഷൻ കേട്ട് തുടങ്ങുന്ന ഏറ്റവും ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ പറ്റിക്കുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്. ഇതില് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടോ, അല്ലെങ്കിൽ ഇതേപോലത്തെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും അല്ലെ, അതൊക്കെ നിങ്ങൾക്ക് ചർച്ച ചെയ്യാം നമ്മുടെ ഡിസ്കഷൻ ഗ്രൂപ്പിൽ. ഇപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാണ്ടേ ജസ്റ്റ് പറയട്ടോ. റെക്കോർഡിംഗ് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം,
ആർക്കെങ്കിലും എന്തെങ്കിലും സംസാരിക്കാൻ കഴിയാനായിട്ടുണ്ട്.